നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരളം വ്യാഴാഴ്ച വിധി എഴുതാനിരിക്കെ വോട്ടർമാരുടെ മനസ്സ് നേരിട്ട് കീഴടക്കാനുള്ള അവസാനവട്ട തന്ത്രങ്ങളിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ നൽകി വെടിനിർത്തൽ നീട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിന്റെ ചുവടുപിടിച്ച് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മുന്നേറ്റം. ആഗോള അനിശ്ചിതത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ പണവായ്പാ നയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. ചരിത്രപ്രസിദ്ധമായ അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിൽ അത്ഭുത പ്രവർത്തകനായി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളും പുതുഞായറിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മഹാപ്രളയം LDF സർക്കാർ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണ് എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് സർക്കാർ തന്നെ ആസൂത്രണം ചെയ്ത ഈ പ്രളയവുമായി പുറത്തു വന്നിട്ടുള്ളതും ചാലക്കുടി ഉൾപ്പെടെ കേരളത്തെ മുഴുവൻ ദുരിതത്തിലാക്കുകയും നിരവധി മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഈ ഗൂഢാലോചനയും അഴിമതിയും പുറത്തു കൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും സനീഷ് കുമാർ ജോസഫ് MLA ആവശ്യപ്പെട്ടു. ചാലക്കുടിയുടെ മുൻ MLA BD ദേവസി ഉൾപ്പെടെയുള്ളവർ ഇതിന് മറുപടി പറയണം എന്നും MLA ആവശ്യപ്പെട്ടു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, DCC സെക്രട്ടറിമാരായ K ജെയിംസ് പോൾ, എബി ജോർജ്, KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി, UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ, വൈസ് ചെയർമാൻ KV പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ജോയ്സൺ, മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ എന്നിവർ പ്രസംഗിച്ചു. ഈ സമരം നടത്തേണ്ടി വന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം. ചാലക്കുടിയെ മുക്കിക്കൊന്ന മഹാപ്രളയം സൃഷ്ടിച്ചത് അന്ന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ട് കരാറുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വലിയ ഒരു സത്യം ഇന്ന് കേരളം ഭരിക്കുന്ന LDF ഗവൺമെന്റിൽ മന്ത്രിയായിരിക്കുന്ന കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുടെ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ സമരം നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ ഒരു ദുരന്തമാണ് ആ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ പന്താടിക്കൊണ്ട് ആ ജീവന് ഒരു വില പോലും കൽപ്പിക്കാതെ കേവലം കോടികൾക്ക് വേണ്ടി ഈ നാടിനെ കൊലക്കി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതാണ് കേരളത്തിലുണ്ടായ പ്രളയത്തിന് കാരണമായത് എന്ന് യഥാസമയത്ത് ഡാമുകൾ തുറക്കാതെ കരാറുകാരെ സംരക്ഷിക്കാൻ കോണ്ടൂർ കനാലിൽ കരാറെടുത്തിരിക്കുന്ന കരാറുകാരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാളെ യഥാസമയത്ത് തമിഴ്നാടിന് കൊടുക്കേണ്ട വെള്ളം തുറന്നു കൊടുക്കാതെ ആ വെള്ളം കൂടുതൽ സംഭരിച്ച് അത് ചാലക്കുടി പുഴയിലേക്ക് തുറന്നുവിട്ട് ചാലക്കുടിയിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ ചാലക്കുടി പ്രദേശം മുഴുവൻ, ചാലക്കുടിയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ വലിയ ഒരു മഹാപ്രളയമുണ്ടായി. ഈ മാർക്കറ്റും ഇവിടുത്തെ സാധാരണക്കാരനും മരണഭയത്തോടു കൂടി പോകേണ്ട അവന്റെ എല്ലാം ഒരു മനുഷ്യായുസ് കൊണ്ടുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്
അത് കരാറുകാരനെ സംരക്ഷിക്കാൻ കോണ്ടൂർ കനാല് കരാർ ഏറ്റെടുത്ത കരാറുകാരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടേക്ക് വെള്ളം തുറന്നുവിടാതെ ആ വെള്ളം സംരക്ഷിച്ച് നിർത്തി അത് ചാലക്കുടി പുഴയിലേക്ക് തുറന്നു വിട്ടതാണ് എന്ന് കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ വൈദ്യുത വകുപ്പ് മന്ത്രി ആധികാരികമായി അദ്ദേഹം സംസാരിക്കുന്ന ശബ്ദരേഖ നമ്മൾ കേട്ടു. അന്നേ ജനങ്ങൾ പറഞ്ഞതാണ് ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്ന് അന്നത്തെ പ്രതിപക്ഷവും ജനങ്ങളും പറഞ്ഞതാണ്. ചില കോടികൾ കണ്ടപ്പോ ഒക്കെ കണ്ണ് മഞ്ഞളിച്ച ആളുകൾ അതാണ് ഇന്നലെയും തുടർന്ന് അതാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ചാലക്കുടിക്കാരോട് ചെയ്ത കൊടും വഞ്ചനയ്ക്ക് തീർച്ചയായിട്ടും മറുപടി പറയണം. വലിയ പ്രതിഷേധം ഇനിയും ഉയർന്നു വരും. ഇത് ഒരു സൂചനാ സമരമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നമുക്കറിയാം അന്ന് സമ്പത്ത് നഷ്ടപ്പെട്ട ഒരാൾക്ക് പോലും നഷ്ടപരിഹാരം കൊടുക്കുന്ന രീതിയിൽ വേണ്ടത്ര രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. കേരളം വ്യാഴാഴ്ച വിധിയെഴുതാനിരിക്കെ വോട്ടർമാരുടെ മനസ്സ് നേരിട്ട് കീഴടക്കാനുള്ള അവസാനവട്ട തന്ത്രങ്ങളിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. കേരളത്തെ രാഷ്ട്രീയ ചൂടിലാക്കിയ 3 ആഴ്ച പിന്നിട്ട് ബുധനാഴ്ച നിശബ്ദ പ്രചാരണ ദിനം. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നിശബ്ദ പ്രചാരണത്തിന് ശേഷം വ്യാഴാഴ്ച കേരളം വിധിയെഴുതും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളം വിധിയെഴുതുമ്പോൾ 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. 883 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 53,984 സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 2,71,96,936 സമ്മതിദായകരാണുള്ളത്. പോളിംഗ് സാധനങ്ങളുടെ വിതരണം ബുധനാഴ്ച രാവിലെ 43 കേന്ദ്രങ്ങളിൽ നടന്നു. 1.46 ലക്ഷം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകൾ 2040 ചൊവ്വാഴ്ച രാവിലത്തെ കണക്കനുസരിച്ച് ഹോം വോട്ടിംഗ് 98% പൂർത്തിയാക്കി. തിരുവനന്തപുരം ആനയറമുള്ളൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് കാരണക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആത്മീയ ആചാര്യ സന്യാസി സഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുടപ്പനക്കുന്ന് ഇരപ്പുകുഴി നിവാസി 35 വയസ്സുള്ള വിഷ്ണുവിനെയാണ് തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നടത്തുന്ന പൂജാരിമാർ, വാദ്യക്കാർ, കഴകക്കാർ എന്നിവരെ മാനസികമായി തളർത്തുന്ന പ്രവർത്തനങ്ങളാണ് ക്ഷേത്ര അധികാരികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ലെന്നും സഭാ ഭാരവാഹികൾ ആരോപിച്ചു. വിഷ്ണുവിനുണ്ടായ അനുഭവം കേരളത്തിൽ ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന് ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി ഇതിനെതിരെ പ്രതിഷേധമുണ്ടാകണം. ക്ഷേത്ര ജീവനക്കാർ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ലെന്നും സഹപ്രവർത്തകനായ മേൽശാന്തിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ക്ഷേത്രാങ്കണത്തിൽ 1 മണിക്കൂർ നേരം പ്രതിഷേധ സദസ്സ് നടത്തുമെന്നും ആത്മീയ ആചാര്യ സന്യാസി സഭാ ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ബാബു സ്വാമി, ജോയിന്റ് സെക്രട്ടറി മധു പനങ്ങാട് എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രത്തിനകത്ത് വെച്ച് ഒരു ഭക്തനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്ക് പോലും പ്രതികരിക്കാൻ അവകാശമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ക്ഷേത്ര തന്ത്രി പുരോഹിതർ ഉണ്ട്. കേരളത്തിൽ ക്ഷേത്രശാന്തിമാരെ വരുന്നവർക്കും പോകുന്നവർക്കും ആക്രമിക്കാനുള്ള സ്ഥലമല്ല. രണ്ടാമതൊരാളും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടും അതേപോലെ മന്ത്രിമാരോടും ഞങ്ങൾ പറയുന്നത്, ഒന്നില്ലെങ്കിൽ ഒരു പോലീസുകാരനെ വിട്ട് ഒരു സ്റ്റേഷനിലെ ഒരു പോലീസുകാരനായ ഒരു ഡ്രൈവറോ ഒരു പാറവുകാരനോ അല്ലെങ്കിൽ മിനിമം ഒരു കോൺഗാർഡിനെയും വിട്ട് ഒരു നല്ലൊരു അന്വേഷണം നടത്തണം. കേരളത്തിൽ മാത്രം ക്ഷേത്രശാന്തിമാരെ സമയത്തിന് ബൈക്കിൽ യാത്ര പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തി ക്ഷേത്രപൂജയുടെ സമയമായി എല്ലാ രേഖകളും ഹാജരാക്കിയാൽ പോലും തടുത്തു നിർത്താം. ഇതിനെതിരായാലും പ്രതികരിക്കാൻ ഞങ്ങളുണ്ടാവും.
പ്രതികരിക്കാൻ വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇനി ക്ഷേത്രങ്ങൾ തകർക്കാൻ ഈ നാട്ടിലെ ചില വ്യക്തികൾക്ക് ഞങ്ങൾ അവകാശം കൊടുക്കില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു അന്വേഷണം ഈ മരിച്ച ആൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി നിർബന്ധമായിട്ടും ഈ കേരളത്തിൽ ഭരിക്കുന്ന ഭരണകൂടം അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ നൽകി വെടിനിർത്തൽ നീട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിന്റെ ചൂടുപിടിച്ച് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മുന്നേറ്റം. പവന് ഒറ്റയടിക്ക് 2,920 രൂപയാണ് വർദ്ധിച്ചത്. 1,12,800 രൂപയാണ് പുതിയ സ്വർണ്ണവില. ഗ്രാമിന് ആനുപാതികമായി 365 രൂപയാണ് വർദ്ധിച്ചത്. 14,100 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായി സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതിനെ തുടർന്ന് എണ്ണവില കൂടുന്നതും കുറയുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $95 താഴെ എത്തി നിൽക്കുകയാണ്. ഇതാണ് സ്വർണ്ണവില ഉയരാൻ കാരണം എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ആഗോള അനിശ്ചിതത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ പണവായ്പാ നയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശയായ റിപ്പോ നിരക്ക് 5.25% തുടരും. ഇറാൻ യുദ്ധം മൂലമുണ്ടായ ഊർജ്ജ പ്രതിസന്ധി, അസംസ്കൃത എണ്ണ വില വർധന, എൽ നിനോ മൂലമുണ്ടാകാനിടയുള്ള ഭക്ഷ്യ വിലകയറ്റം തുടങ്ങിയവ കണക്കിലെടുത്താണ് റിസർവ് ബാങ്ക് പണനയ സമിതിയുടെ തീരുമാനം. രൂപയുടെ മൂല്യം നിലനിർത്തുന്നതിനും കടപ്പത്ര ആദായം നിയന്ത്രിക്കുന്നതിനുമാണ് റിസർവ് ബാങ്ക് ഊന്നൽ നൽകുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇതിനു മുമ്പ് റിപ്പോ നിരക്ക് 5.50% നിന്ന് 5.25% ഫെബ്രുവരിയിലെ യോഗത്തിൽ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നില്ല. ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം രാജ്യത്തെ ഉപഭോക്തൃ വില സൂചിക 3.21%. പണപ്പെരുപ്പം 4% നിലനിർത്തുക എന്നതാണ് RBIയുടെ ലക്ഷ്യം. SDR 5%, MSF നിരക്ക് 5.5% തുടരും. സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ആഗോള സമ്പദ് വ്യവസ്ഥ വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം വരുന്നത്. സംഘർഷത്തിന് മുമ്പ് ഇന്ത്യ ശക്തമായ വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവും പ്രകടിപ്പിച്ചിരുന്നു. മാർച്ച് മാസത്തിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായെങ്കിലും മറ്റ് സമ്പദ് വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഇന്ത്യ സുരക്ഷിതമായ നിലയിലാണെന്നും ആഗോള ആഘാതങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കരുത്തുണ്ടെന്നും RBI ഗവർണർ വ്യക്തമാക്കി. കേരള കാർഷിക സർവകലാശാല 2025 അധ്യയന വർഷത്തെ ബിരുദദാന ചടങ്ങ് നടത്തി. കേരള ഗവർണറും കാർഷിക സർവകലാശാല ചാൻസലറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് ബിരുദദാനം നിർവഹിച്ചു. ബിരുദം നേടി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാടിനു വേണ്ടി ഉത്തരവാദിത്വത്തോടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ചാൻസലർ ഓർമ്മിപ്പിച്ചു. കാർഷിക ബിരുദധാരികൾ രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്തിയെടുക്കണമെന്നും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും അനുകൂല സാഹചര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷി, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഫോറസ്ട്രി, ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നീ 4 ഫാക്കൽറ്റികളിലായി 1108 വിദ്യാർത്ഥികളിൽ 89 ഡോക്ടറേറ്റ്, 254 ബിരുദാനന്തര ബിരുദം, 628 ബിരുദം, 94 ഡിപ്ലോമ, 43 PG ഡിപ്ലോമ എന്നിവ നൽകി. സർവകലാശാലകളിലെ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വിവിധ അവാർഡുകൾ നൽകി ആദരിച്ചു. പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ നടന്ന ചടങ്ങിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്, സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ A സക്കീർ ഹുസൈൻ, വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ യാമിനി വർമ്മ, ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ ജേക്കബ് ജോൺ, ഡീൻ ഓഫ് ഫാക്കൽറ്റി അഗ്രികൾച്ചർ എഞ്ചിനീയർ ഡോക്ടർ PR ജയൻ, ഡോക്ടർ EG രഞ്ജിത് കുമാർ, ഡീൻ ഓഫ് ഫാക്കൽറ്റി ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, സർവകലാശാലയുടെ ഭരണസമിതി ജനറൽ കൗൺസിൽ അംഗങ്ങൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് വയലിൻ കച്ചേരിയും അരങ്ങേറി. കോടകരി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഇന്റർ യൂണിവേഴ്സിറ്റി ടഗ് ഓഫ് വാറിന് തുടക്കമായി.
വിവിധ ടീമുകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കുന്ന ഈ മത്സരങ്ങളിൽ ഇന്ത്യയിലെ 114 യൂണിവേഴ്സിറ്റി ടീമുകളിൽ നിന്നായി 1500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പുരുഷന്മാർക്ക് 640 കിലോ വിഭാഗത്തിലും സ്ത്രീകൾക്ക് 500 കിലോ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒന്നാം ദിവസം നടക്കുന്ന കൾച്ചറൽ ഫാഷൻ ഷോയാണ് ഹൈലൈറ്റ്. വ്യാഴാഴ്ച വൈകുന്നേരം 6:30 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇരിയാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കും. കോഴിക്കോട് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷണൽ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ, സഹൃദയ മാനേജർ മോൺഷന്യൂർ വിൽസൺ ഈരത്തറ, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് MB ഫൈസൽ, സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോജി കല്ലിങ്കൽ, സഹൃദയ പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, കായിക വിഭാഗം മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ പങ്കെടുക്കും. വടംവലി മത്സര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ 12 പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരിക്കും. ആദ്യമായാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കലാലയം ഇത്തരമൊരു നാഷണൽ മത്സരത്തിന് ആതിഥ്യം വഹിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളും പുതുഞായറിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാളിന് തുടക്കം കുറിച്ച് ബസിലിക്കയിൽ ശനിയാഴ്ച വൈകിട്ട് കൊടികയറും. പുതുഞായർ ദിനമായ 12-ന് ഞായറാഴ്ച വൈകിട്ട് 4:30 ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന, വചന സന്ദേശം, അങ്ങാടി പ്രദക്ഷിണം എന്നിവയുണ്ടാകും. തിരുനാൾ ദിനമായി തിങ്കളാഴ്ച വൈകിട്ട് 4:30 ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന, പട്ടണ പ്രദക്ഷിണം, ആകാശവിസ്മയം, ലൈറ്റ് ഷോ എന്നിവയും ഉണ്ടാകും. 8-ാമിടം ആഘോഷങ്ങൾ 19-ന് നടക്കും. വാർത്താസമ്മേളനത്തിൽ ബസിലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, സഹവികാരിമാരായ ഫാദർ ഷെറീൻ മാടവന, ഫാദർ ചെറിയാൻ മുഴുവഞ്ചേരി, തിരുനാൾ കമ്മിറ്റി കൺവീനർ വിൻസെന്റ് പൈനാടത്ത്, കൈക്കാരന്മാരായ ബാബു മഞ്ഞളി, ജീസൻ മുണ്ടാടൻ, വൈസ് ചാൻസലർ സെബി വർഗീസ്, ജോയിന്റ് കൺവീനർ ആൽബർട്ട് ഇരുമ്പൻ, ട്രഷറർ ഷൈജോ ജോർജ്, സെക്രട്ടറി പോളച്ചൻ ഔസേബ് കുട്ടി, വിവിധ തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരംഭിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയും. 16-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ മാർ അബ്രാഹം എന്ന് പറയുന്ന മെത്രാൻ ഇവിടെ അങ്കമാലിയിൽ താമസമാക്കുന്നു. അദ്ദേഹത്തിന്റെ ഭദ്രാസന ദേവാലയമായ കിഴക്കേപ്പള്ളി സെന്റ് ഹോർമീസ് ദേവാലയത്തോടനുബന്ധിച്ചും കൂടിയാണ് തിരുനാൾ നടക്കുക. അവിടെ വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് കുർബാനയും കൊടിയേറ്റും നടത്തിയതിന് ശേഷമാണ് ശനിയാഴ്ച വൈകിട്ട് ഇവിടെ കുർബാനയും കൊടിയേറ്റും നടത്തുക. അതിനെ തുടർന്ന് രൂപ എടുത്തു വയ്ക്കുക, മറ്റ് ഭക്ത ശുശ്രൂഷകളെല്ലാം നടത്തുക എന്നുള്ളതാണ് സാധാരണ പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. തിങ്കളാഴ്ച ഈ വർഷത്തെ തിരുനാൾ വരുന്നത് 2026 ഏപ്രിൽ മാസം 12, 13 തീയതികളിലാണ്. 8-ാമിടം വരുന്നത് 18, 19 തീയതികളിലുമാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം ഉറപ്പാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസറിനോട് ബെന്നി ബെഹനാൻ MP ആവശ്യപ്പെട്ടു. ഏപ്രിൽ 9-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തപാൽ വോട്ടിനായി അപേക്ഷ നൽകിയ നിരവധി ഉദ്യോഗസ്ഥർക്കും ഇതുവരെ ബാലറ്റ് പേപ്പറുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വോട്ടെടുപ്പിനായി പ്രത്യേകമായി ഒരുക്കിയ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ നിലവിലുണ്ടെങ്കിലും അർഹരായ പലർക്കും തപാൽ വോട്ടുകൾ ലഭിക്കാതെയും വോട്ട് ചെയ്യുന്നതിനാവശ്യമായ ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കാതെയും തുടരുന്നു എന്നാണ് വ്യാപകമായ പരാതികൾ. നിലവിൽ തപാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സമയപരിധി ഏപ്രിൽ 8 വരെ മാത്രമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും സ്വന്തം മണ്ഡലങ്ങൾക്ക് പുറത്താണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും വ്യത്യസ്ത ജില്ലകളിൽ സേവനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നതിനാൽ ദൂരം സഞ്ചരിച്ച് വോട്ട് ചെയ്യുക പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്നും ഇതിലൂടെ അവരുടെ ഭരണഘടനാപരമായ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ തടസ്സം നേരിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ വോട്ടെണ്ണൽ മെയ് 4-ന് നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കായി തപാൽ വോട്ടുകൾ വേഗത്തിൽ ലഭ്യമാക്കുകയും വോട്ട് രേഖപ്പെടുത്താനുള്ള സമയപരിധി കുറഞ്ഞത് 10 ദിവസം കൂടി നീട്ടുകയും ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അധികൃതർക്ക് നൽകിയ കത്തിൽ ബെന്നി ബെഹനാൻ MP ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സനീഷ് കുമാർ ജോസഫ് MLA നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരളം വ്യാഴാഴ്ച വിധി എഴുതാനിരിക്കെ വോട്ടർമാരുടെ മനസ്സ് നേരിട്ട് കീഴടക്കാനുള്ള അവസാനവട്ട തന്ത്രങ്ങളിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും.
ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ നൽകി വെടിനിർത്തൽ നീട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിന്റെ ചൂടുപിടിച്ച് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മുന്നേറ്റം. ആഗോള അനിശ്ചിതത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ പണവായ്പാ നയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. ചരിത്രപ്രസിദ്ധമായ അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളും പുതുഞായറിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.